ഹലോ, നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിൽ കളഭം തുടങ്ങിയല്ലോ. കളഭത്തിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ തൊഴണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പോയി. അപ്പോൾ കളഭം തൊഴാനായിട്ട് ഫസ്റ്റ് ഡേ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഏകദേശം 11:30 കൂടിയിട്ടാണ് കളഭം തുടങ്ങുന്നത്. ഞാനൊരു 10:30 കൂടിയിട്ടൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ മുതലേ കളഭം തൊഴാനായിട്ട് വന്നു നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇതെല്ലാം. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നീണ്ട ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. ക്യൂവിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാനും പോയി നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയി നിന്ന് ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ എൻ്റെ പുറകിൽ ഒരു നീണ്ട നിര തന്നെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 11:30 കൂടി തന്നെ നമ്മുടെ ക്യൂ ഒക്കെ അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റേജിൽ നല്ല നൃത്യങ്ങൾ അരങ്ങേറുന്നുണ്ടായിരുന്നേ. കളഭം തൊഴുതു തുടങ്ങിയിട്ട് നേരെ ഒരു ഓട്ടമാണ് കേട്ടോ. എവിടേക്കാന്നല്ലേ, നമ്മുടെ അന്നദാനം നടക്കുന്ന സ്ഥലത്തേക്ക്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിക്കും തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ കളഭം തൊഴാനുള്ള ക്യൂ, മറു സൈഡിൽ അന്നദാന സദ്യക്കുള്ള ക്യൂ. അങ്ങനെ വോളണ്ടിയേഴ്സ് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിനെ നിയന്ത്രിക്കാനായിട്ട്. ചോറ്, സാമ്പാർ, അവിയൽ, കൂട്ടുകറി, അച്ചാർ, പായസം ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സദ്യയായിരുന്നു കേട്ടോ ഫസ്റ്റ് ഡേ. ഭക്ഷണമൊക്കെ എടുത്ത് തിക്കി തിരക്കി ഇരിക്കാനൊരിടം കണ്ടുപിടിച്ചത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരുന്നെങ്കിലും പെട്ടുപോയതിന് അവരെ കൊണ്ടുവരാതിരുന്നത് നന്നായി പോയെന്ന് തോന്നിപ്പോയി. അങ്ങനെ ഊണൊക്കെ കഴിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതിയായിരുന്നു കേട്ടോ. സ്റ്റേജിൽ നല്ല അടിപൊളി ഒരു പ്രഭാഷണം നടക്കണം കേട്ടോ. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പോപ്പുലറായി പോയിക്കൊണ്ടിരിക്കുന്ന വ്യാസനാണ് കേട്ടോ ഇന്നത്തെ പ്രഭാഷണം നടത്തുന്നത്. വൈകിട്ട് നമ്മുടെ നന്ദഗോവിന്ദൻ ടീമിൻ്റെ ഭജൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ പോയി പിള്ളേരെയൊക്കെ ഒരുക്കി കൊണ്ടുവന്നപ്പോഴത്തേക്കുള്ള അവസ്ഥയാണ് കേട്ടോ ഇത്. നല്ല തിരക്ക്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരു പ്രോഗ്രാമിനും അമ്പലപ്പുഴയിൽ ഇതുപോലൊരു തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ല. അത്രയ്ക്കും വേണ്ടി തിരക്കായിരുന്നു. പിന്നെ അവരുടെ ഭജനയാണെങ്കിലോ ഒരു രക്ഷയില്ല. നമുക്ക് കണ്ണടച്ചിരുന്നങ്ങ് ആസ്വദിക്കാം കേട്ടോ.